അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 17. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സ്വദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൂറത്തുൽ കൗസറിലെ 3-ാം വചനമായ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്നതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും നബിയെ, തങ്ങളുടെ വിരോധികൾ ഹുവൽ അബ്തർ, അവർ തുലയുക തന്നെ ചെയ്യും. തങ്ങളുടെ വിരോധി ആരാണോ അവൻ തുലയാനുള്ളവനാണ്, അവൻ ഒരിക്കലും കുരുത്തം പിടിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അദ്ധ്യായം ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം അന്ന് ഹബീബിനെതിരെ ഊരുവിലക്ക് ഏർപ്പെടുത്തപ്പെട്ട കാലഘട്ടമായിരുന്നു. മുഹമ്മദിനോട് ആരും മിണ്ടാൻ പാടില്ല, ആരും ഒന്നും പറഞ്ഞു പോകരുത്, മാനസികമായി പ്രയാസപ്പെടുത്തണമെന്ന് തീരുമാനിച്ച് ഊരുവിലക്ക് ഏർപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുത്തുനബി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബനൂ സഹ്മ് ഗോത്രക്കാരുടെ കവാടത്തിലൂടെ ഇങ്ങിറങ്ങി വരുമ്പം ആസുബിനു വായിൽ എന്ന് പറയുന്ന ശത്രു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി എന്തോ കുശലം പറഞ്ഞു. കടന്നങ്ങ് ചെല്ലുമ്പോൾ അവനോട് അവിടെയുള്ള ആളുകൾ ചോദിച്ചു, ആരോടാണ് മൻ കുന്ത തതഹദ്ദസു മഅഹു, ആരോടൊപ്പമായിരുന്നു നീ സംസാരിച്ചിരുന്നത്? ഉടനെ അവൻ പറഞ്ഞു, അത് നിങ്ങൾ അത്ര കാര്യമാക്കണ്ട, ഹുവൽ അബ്തർ, അവൻ അബ്തറാണ്. അവന്റെ പ്രസ്ഥാനം അവൻ മരിക്കുന്നതോടുകൂടെ തീരും. കാരണം ഉള്ള ആൺകുട്ടികൾ മുഴുവനും മരിച്ചുപോയി. ഏതൊരു വാപ്പയുടെയും പ്രസ്ഥാനം അയാൾക്ക് ശേഷം അയാളുടെ ആൺകുട്ടികളാണ് ഉയർത്തിപ്പിടിക്കാനുണ്ടാവുക. അയാൾ പിടിച്ച കൊടി പിടിക്കാൻ, അയാൾ വിളിച്ച മുദ്രാവാക്യം ഉറക്ക വിളിക്കാൻ അയാളുടെ ആൺപിള്ളേരാണുണ്ടാവുക. ഇയാൾക്ക് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ, ആൺകുട്ടികളൊക്കെ മരിച്ചുപോയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളതൊരു കാര്യമാക്കണ്ട, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു എന്നത്. അങ്ങനെ പരിഹസിച്ചപ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, തങ്ങളോട് വിരോധം വെച്ച് പുലർത്തുന്നവൻ ആരാണോ അവന്റെ കാര്യം അവനാണ് അബ്തർ, തങ്ങളല്ല അബ്തർ. അതവർക്ക് തെറ്റുപറ്റിപ്പോയതാണ്. നോക്കൂ, നിങ്ങൾ ഇത്ര ശരിയാണ്. ഇന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവർ ലോകത്തെങ്ങും നിറഞ്ഞു നിൽക്കുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളും അനുയായികളും അവിടുത്തെ മുഹിബ്ബീങ്ങളും ആഷിഖീങ്ങളും ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു. ഹബീബ് ഉയർത്തിപ്പിടിച്ച കൊടിയും ഹബീബ് ഉറക്ക വിളിച്ച മുദ്രാവാക്യവും ഇസ്ലാം ദീൻ, അത് പരക്കെ വ്യാപിച്ചു കിടക്കുന്നു എന്നതാ സത്യം. അതേസമയം അന്ന് മുത്തുനബിയോട് എതിർപ്പ് കാണിച്ചിരുന്ന ഉത്ബത്ത്, ഷൈബത്ത്, അബൂജഹൽ, അബൂലഹബ്, ഇവരെയൊക്കെ ചരിത്രത്തിൽ ആരെങ്കിലും അറിയപ്പെടുന്നുണ്ടോ? വല്ല ഇടവും ഇവർക്കുണ്ടോ? ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതുകൊണ്ട് തന്നെ മുത്തുനബിയോട് കളിച്ചവർ അന്നും ഇന്നും എന്നും കുരുത്തം പിടിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം. അബൂലഹബ് മാത്രം ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അബൂലഹബിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബ് നശിക്കും, അവന്റെ 2 കൈകളും നശിച്ചു, അതെ അവൻ തന്നെ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. ആ നാശം അവന് വന്നിറങ്ങുന്ന സമയത്ത് അവന്റെ സമ്പത്തോ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ മക്കളോ അവൻ ഉപകരിക്കില്ല. തീർച്ചയായും ഉറപ്പിച്ച് തറപ്പിച്ചങ്ങ് പറഞ്ഞതിന്റെ പേരിലാണ് ഈ അബൂലഹബിന് രോഗം ബാധിക്കുന്നു. ചീഞ്ഞ് മണത്ത് ഒരു തരം കുരു ശരീരത്തിലുണ്ടായി പൊട്ടിയൊലിച്ച് വീട്ടുകാർക്കൊന്നും വേണ്ടാത്ത വിധം മക്കള് പരിചരിക്കാൻ കഴിയാതെ വീട്ടിലേക്ക് മണത്തിട്ട് കടക്കാൻ പറ്റാത്തതുകൊണ്ട് വലിച്ചു കൊണ്ടുപോയി ഒരു വലിയ മരുഭൂമിയിലിട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ഇടയ്ക്കിടെ അവർ പോയി നോക്കും, ശ്വാസം തീർന്നിട്ടുണ്ടോ, ഭക്ഷണം കൊണ്ട് മറ്റു കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് അവരിടയ്ക്കിടെ പോകും. മൂക്ക് പൊത്തിക്കൊണ്ടാണ് അങ്ങോട്ട് അടുക്കാറുള്ളത്. അപ്പോഴും അബൂലഹബിന് ബോധമുണ്ടായിരുന്നു. തീർച്ചയായും അബൂലഹബ് മനസ്സിലാക്കിയിട്ടുണ്ടാകും, ഇത് തിരുനബിയുടെ കുരുത്തക്കേട് തന്നെയാണ്, അവനോട് കളിച്ചതിന്റെ പകരമാണിത് എന്ന് അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവാം അബൂലഹബ്. ഏതാവട്ടെ, വളരെ മോശപ്പെട്ട മരണം. അവൻ മരിച്ചു. അവിടെ കിടന്ന് മരിച്ചപ്പോൾ അവന്റെ മയ്യത്തെടുക്കാൻ പോലും ഒരാളെ കിട്ടാത്തത് കൊണ്ട്
2 സുഡാനികളെ കൂലിക്ക് വിളിച്ചിട്ട് മക്കൾ കുത്തിവെച്ച കുഴിയിലേക്ക് വാപ്പയെ കൊണ്ടുവന്ന് ഇട്ടു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ കൂലിക്കത് ഏറ്റെടുക്കുകയും പൈസ കിട്ടിയാൽ ഏത് താണ പണിയും എടുക്കുന്നവർ അവരത് ഏറ്റെടുക്കുകയും ആ കുഴിയിലേക്ക് കൊണ്ടുപോയിടുകയും ശേഷം മക്കൾ മണ്ണിട്ട് മൂടുകയും ചെയ്തു. ഇതാണ് മുത്തുനബിയോട് കളിച്ചവർ. ഇന്നുമുണ്ട് ധാരാളം അബൂലഹബുമാർ, അവർ ചിന്തിക്കുന്നത് നല്ലതാണ്. ധാരാളം അബൂജഹലുമാർ, അവർ ചിന്തിക്കുന്നത് നല്ലതാണ്. ഉതുബത്തും ഷൈബത്തുമാരുമൊക്കെ ഈ കാലഘട്ടത്തിലുമുണ്ട്. അവർ മുത്തുനബിയോട് ഒരിക്കലും വിരോധം വെച്ച് പുലർത്താതിരിക്കലാണ് നല്ലത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.